ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളിക്കറിയും പിന്നെ നമ്മുടെ ചപ്പാത്തിയും ആണേ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു തോന്നൽ ചപ്പാത്തിയും തക്കാളിക്കറിയും കൂട്ടി കഴിക്കാമെന്ന്. അപ്പം ഒരു 3 സവാളയും 4 തക്കാളിയുമാണേ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വീട്ടിലെ ആളെണ്ണം നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചു. ചൂടായതിന് ശേഷം നമുക്ക് അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയ്ക്ക് നമ്മുടെ എണ്ണയാണ് മെയിൻ താരം. ഭയങ്കര വിലയായതുകൊണ്ട് 1-2 കുപ്പിയുടെ മൂട്ടിൽ ഇത്തിപ്പൊരി ഇരിക്കുന്നതാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ഗഡുവാണ് നമ്മുടെ. നാളെ തൊട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ എണ്ണ വാങ്ങിയിട്ടേ ഉണ്ടാക്കാൻ പറ്റും. എണ്ണയുടെ വില എന്തല്ലേ, ഒറ്റയടിക്ക് ഗോൾഡിൻ്റെ വില കൂടുന്ന പോലെ. അപ്പോൾ എണ്ണ ചൂടായി വരുവാണേ. എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിൽ കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടിയാലേ കടുകിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ പൊന്നൂസിന് കടുക് ഇഷ്ടമല്ല കേട്ടോ ഗൈസ്. അവളതിന് എന്ത് കറിയിൽ കടുക് ഇടുന്നാലും അവൾ പറയുന്നത് പിന്നെ കുരുമുളക് എടുത്ത് കളയുക എന്നാണ് പറയുന്നത്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിൽ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കതിനെ ഇളക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം വേവാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കാം. ഞാനൊരു കാര്യം മറന്നുപോയി ഗൈസ്. നമ്മളിതിൽ പച്ചമുളകും കൂടി ഇട്ടാണ് വഴറ്റണത്. ഞാൻ ഇങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ നാളായി കുക്ക് ചെയ്തിട്ട്. മോനുള്ളതുകൊണ്ട് അമ്മയാണ് കൂടുതൽ കുക്ക് ചെയ്യാറ്. ഞാനങ്ങനെ സഹായിക്കുക മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ മറന്നുപോയി പച്ചമുളകിൻ്റെ കാര്യം. നമുക്കിപ്പം പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. ഇതൊരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കതിൽ തക്കാളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ല വഴണ്ട് വരട്ടെ. ഈ ഉള്ളിയിലെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ നിങ്ങൾക്കൊരു സീക്രട്ട് പറഞ്ഞുതരാം. പെട്ടെന്ന് ഉള്ളിയൊക്കെ വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. പക്ഷേ വയറിന് സുഖമില്ലാത്തവരൊന്നും അങ്ങനെയല്ല, സ്ഥിരം കഴിക്കരുത്. വയറിന് സുഖമില്ലാതാവും. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് അത്യാവശ്യത്തിന് നമുക്ക് കറി ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ടൈമില്ല എന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് വരും കേട്ടോ. ഉള്ളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്ന് ഞാനത് ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം അടച്ചു വയ്ക്കുകയാണ്. ഞാനത് ഇട്ടില്ല. ഇനി നമുക്ക് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നു. നല്ല വെന്ത് വരണ്ട, കാര്യം തക്കാളിയും കൂടെ ഇട്ട് കുറച്ചുകൂടി നമുക്ക് വേകാൻ വേണ്ടിയിട്ട് വയ്ക്കാനുണ്ട്. അതുകൊണ്ട് നല്ല ബ്രൗൺ ആവണ്ട. അപ്പം നമുക്കിതിലോട്ടിനി തക്കാളി ഇട്ട് കൊടുക്കാം. 4 തക്കാളി അരിഞ്ഞതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തക്കാളി ഇടുവാണേ. തക്കാളി ഇട്ട ശേഷം നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നല്ലോണം ഇളക്കിയിട്ട് നമുക്കിനി അടച്ച് വയ്ക്കാം. തക്കാളി വെന്ത് അതിൻ്റെ നീരിറങ്ങുമ്പോഴത്തേക്കും നല്ല ഒരു കുറുകി വരും. നമുക്കിനി അടച്ച് വയ്ക്കാം, വേകട്ടെ.
നമുക്ക് വെന്തോ നോക്കാം. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. നീരൊക്കെ ഇറങ്ങി കുറച്ച് അടി പിടിച്ചോന്നൊരു സംശയം. കുറച്ച് കൂടുതലായിരുന്നു, ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല ഗൈസ്, കരിഞ്ഞത് നല്ല ടേസ്റ്റാണ്. നമുക്കതൊന്ന് നല്ലപോലെ ഇളക്കാം. ഇനി നമുക്കിതിൽ മസാലകളാണ് ചേർക്കാനുള്ളത്, പൊടികൾ. കറി മസാല ഇല്ല, അതും എല്ലാം സ്റ്റോക്ക് നമ്മൾ തീർന്ന് വരികയാണ്. ഓണായി വരുന്നത് കൊണ്ട് ഇനി ഒന്നുകൂടെ സ്റ്റോക്ക് ചെയ്യണം. ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിന്. എനിക്ക് ലാസ്റ്റ് ഒന്ന് പണി പാളിയിട്ടുണ്ട്, ഞാനത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിത് ചപ്പാത്തിയിലൂടെ കുഴമ്പ് രൂപത്തിന്, കറിയില്ലാതെ കുഴമ്പ് രൂപത്തിന് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ എനിക്കൊരു പാളിച്ച പറ്റി. നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുത്ത്, ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടും. ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുപ്പിയിൽ ഇച്ചിരി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇത് വെള്ളം ചേർക്കാതെ തക്കാളിയുടെ നീരിൽ തന്നെ നല്ല കുഴമ്പ് രൂപത്തിൽ ഉണ്ടാക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഞാനിട്ട മുളക് പൊടി കൂടിപ്പോയി. ഞാൻ 3 പച്ചമുളക് അരിഞ്ഞിട്ടല്ലോ, പക്ഷേ അതിൽ മുളക് പൊടി ഇട്ടതാണ് വിഷയമായത്. മുളക് പൊടിയും തോനെയിട്ട്, അപ്പോൾ എരിവ് കൂടിപ്പോയി. നമ്മുടെ കുപ്പിയിലുണ്ടായിരുന്ന ലാസ്റ്റ് മസാലയാണ് ഞാനിപ്പോൾ ഇട്ടത്. ഓക്കെ, നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കിളി ഒന്ന് പാറിപ്പോയിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ നല്ല എരിവായിരുന്നു. ഞാൻ 3 പച്ചമുളകും, ഓൾറെഡി പച്ചമുളക് ഇട്ടപ്പോഴേ എരിവുണ്ട്, അതിൻ്റെ കൂടെ മുളക് പൊടിയും കൂടി കോരിയിട്ടപ്പം നല്ല എരിവ് വന്നു. അങ്ങനെ ഞാൻ എരിവ് കൂടിയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അല്ല, കുഴമ്പ് പരുവത്തിന് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഇല്ല, ഇപ്പോഴും വെള്ളം പോലെ ആയിട്ടില്ല, കുഴപ്പമില്ല. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തിളയ്ക്കാൻ വയ്ക്കുകയാണേ. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി ഈ കറിയുടെ കൂടെ കഴിക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് എൻ്റെ ഓരോ വീഡിയോ ഇടാനുമുള്ള പ്രചോദനവും ധൈര്യവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.